ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ക്യൂട്ടായിട്ടുള്ളൊരു പീച്ച് കളർ റോസ് ഉണ്ടാക്കി നോക്കിയാലോ. 2 കളർ ക്രേ പേപ്പർ മാത്രം മതി. മെഷർമെൻറ്റ് ഞാനിവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് പെറ്റൽസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. വീഡിയോ കാണുന്നതിനിടയിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ പെറ്റൽസ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇനി ഒരു സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് പെറ്റലിൻ്റെ ഷേപ്പായിട്ട് നല്ല റോസിൻ്റെ പെറ്റലിൻ്റെ ഷേപ്പിൽ കിട്ടും കേട്ടോ. 15 പെറ്റൽസാണ് നമുക്ക് വേണ്ടത്. ഇനി വേണ്ടത് ഒരു ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒന്ന് ചുരുട്ടി എടുക്കുക. എന്നിട്ട് ഒരു ബാംബൂ സ്റ്റിക്കോ അല്ലെങ്കിൽ സ്റ്റെം വയറോ എടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് ഗം വെച്ചിട്ട് അതിലേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഒരു പീസ് ക്രേ പേപ്പർ എടുക്കുക. മെഷർമെൻറ്റ് എഴുതി കാണിക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. എന്നിട്ട് നേരത്തെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്ക് ഗം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് ചുരുട്ടി ഒട്ടിച്ചു കൊടുക്കുക. റോസ് ഫ്ലവറിൻ്റെ നടുഭാഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്ലവറിൻ്റെ പെറ്റൽസ് ഇതുപോലെ ഒന്ന് ബ്ലൂമായിട്ട് വരുന്നതേ ഉള്ളൂ. അതുപോലെ ഒരു ഫ്ലവറാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി ഓരോ പെറ്റൽസിൽ നമുക്ക് ഗം വെച്ചിട്ട് ഇതുപോലെ നല്ല ഷേപ്പാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്കോളോ ഗ്ലൂഗണോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാട്ടോ ഒട്ടിക്കാനായിട്ട്. ആദ്യം ഞാൻ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചത്. പിന്നെ ഞാൻ ഗ്ലൂഗൺ എടുത്തു. കാരണം എൻ്റെ ഗമ്മിൻ്റെ ബോട്ടിൽ നിന്ന് അധികമായിട്ട് ഗമ്മ് പുറത്തോട്ട് വരുന്നുണ്ട്. ഞാൻ പിന്നെ ഗ്ലൂഗൺ എടുത്താണ് കേട്ടോ ഒട്ടിച്ചത്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന 10 മണി ഫ്ലവറിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. പെറ്റൽസായിട്ട് ഇതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. എല്ലാവരും ഒന്ന് വീഡിയോ കാണുന്നതിനിടയിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഫ്ലവർ ചെയ്തെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നല്ല രസമാണ് നമ്മളിത് ചെയ്തു വരുമ്പോൾ. ഇനി നമുക്ക് റോസ് ഫ്ലവറിൻ്റെ താഴെയായിട്ട് കാണുന്ന സെപ്പൽസ് ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ഇതുപോലെ ഗ്രീൻ ക്രേ പേപ്പർ എടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഗം വെച്ചിട്ട് റോസ് ഫ്ലവറിൻ്റെ താഴെ ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഗ്രീൻ ടേപ്പാണ് കേട്ടോ. അപ്പോൾ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് നമുക്ക് സ്റ്റെമ്മുമേൽ ഇതുപോലെ തന്നെ ഒന്ന് ചുറ്റി കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് റോസ് ഫ്ലവറിൻ്റെ ലീവ്സ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് 5x5 സെൻറ്റിമീറ്ററിൽ ക്രേ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ.
രണ്ട് ഭാഗമായിട്ട് കട്ട് ചെയ്ത ക്രേപ്പ് പേപ്പറിൻ്റെ ഒരു ഭാഗം നമ്മൾ തിരിച്ചാണ് കേട്ടോ ഒട്ടിക്കുന്നത്. കണ്ടോ, ഇതുപോലെ തിരിച്ചൊട്ടിക്കുക. ഇനി ലീഫിൻ്റെ ഷേപ്പിൽ നമുക്ക് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം റോസ് ഫ്ലവറിൻ്റെ ലീഫ് കണ്ടിട്ടില്ലേ, ആ ഒരു ഷേപ്പ് ആക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 3 എണ്ണം കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ 2 എണ്ണം നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് ചുറ്റി കൊടുക്കാം. ഇനി റോസ് ഫ്ലവറിൻ്റെ സ്റ്റെമ്മുമ്മേൽ നമുക്ക് ഈ ലീഫ് വെച്ചിട്ട് ഗ്രീൻ ടേപ്പ് വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ റോസ് ഫ്ലവർ റെഡി ആയിരിക്കുകയാണ്. എങ്ങനെയുണ്ട് പീച്ച് കളർ റോസ്, നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ ബൈ.